അങ്ങനെയൊരു അവധിക്കാലത്ത് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഹോളിഡേയ്സിന് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ മൂന്നാർ ഫുള്ള് കറങ്ങി കേട്ടോ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ബലൂൺ പോലൊരു സംഭവം കണ്ടത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടപ്പോൾ എന്തായാലും പിള്ളേർ കയറണം എന്നാണ് ഭയങ്കര വാശി. അതിൽ ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്നു എനിക്കാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ആ മൂന്നാർ മൊത്തം അതിൻ്റെ അകത്തൂടെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ഭംഗിയായിരുന്നു, കാടും മലകളും താഴെ നിന്ന് എന്തോ പോലൊക്കെ എന്തോ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, മഞ്ഞാണോ എന്തോ സംഭവമുണ്ട്. ഫുള്ള് എന്ത് രസമായിരുന്നറിയാമോ. നിങ്ങളൊക്കെ ഇത് കയറുന്നുണ്ടെങ്കിൽ അതൊന്നും മിസ്സാക്കരുത്. ഇങ്ങനെ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുവാണെങ്കിൽ അതൊന്നും മിസ്സാക്കരുത് കേട്ടോ. എന്തായാലും കയറി ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ അതിനേക്കാട്ടിൽ ഞങ്ങൾക്കൊരു സർപ്രൈസായിട്ട് ഇതേ ഒരു ഡ്രോൺ വന്നിട്ട് ഞങ്ങളുടെ വീഡിയോയിൽ എടുക്കുന്നു. അപ്പോൾ ഡ്രോണിലേക്ക് നോക്കി കുറേ ഹായ് ഒക്കെ പറഞ്ഞ് പിള്ളേരായപ്പോഴത്തേനും അമ്മ അതേ ഡ്രോൺ വന്നെന്ന് പറഞ്ഞു ഭയങ്കര ഒരു എക്സൈറ്റഡ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത്, അതിൻ്റെ അകത്ത് ഫയറില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് എരിയുമ്പോൾ നമ്മുടെ തലയിലേക്ക് ഹീറ്റടിക്കുന്നുള്ളത് തോന്നുവേ. അതിനവർ ഹാറ്റൊക്കെ തരുന്നുണ്ട്, എന്നാലും ഒരു കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചൂടൊക്കെ അലർജി ഉള്ളവർ അതിൽ കയറരുത്. പിന്നെ ഹായൊക്കെ പറഞ്ഞാൽ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേനുമാണ് ഇതേ നമ്മുടെ ഡ്രോൺ ചേട്ടൻ താഴെ നിൽക്കുന്നത്. ഡ്രോൺ ചേട്ടൻ താഴെ നിന്നപ്പം വീഡിയോ കാണിച്ചു തന്നപ്പോൾ ഒയ്യോ രക്ഷയില്ലാത്തൊരു വീഡിയോ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്യണം. എന്തായാലും ഇല്ലേ, നമ്മുടെ ഇതൊക്കെ പിള്ളേർക്ക് ഒരു മെമ്മറി അല്ലേ. എന്തായാലും നമ്മളത് വീഡിയോ എടുത്ത് മേടിച്ചിട്ട് ഇങ്ങ് പോകുന്നു. അപ്പോൾ മൂന്നാർ വഴി പോകുമ്പം അതിലൊക്കെ ഒന്ന് കയറണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബായ്. എൻജോയ് ചെയ്യൂ, ആസ്വദിക്കൂ. ജീവിതം ഓരോ മൊമെൻറ്റും ആസ്വദിക്കാനുള്ളതാണ്. അപ്പോൾ എൻജോയ് ദ ഫുള്ളസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.